എല്ലാവർക്കും നമസ്കാരമുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഒരു ഷോർട്സ് പോലും ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മൾ ഈ കൂട്ടത്തോടെ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുമ്പോഴുള്ള ചെറിയ വിഷയങ്ങൾ വരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കൂട്ടത്തിൽ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഏതൊക്കെ കഴിക്കുന്നുണ്ട് ഏതൊക്കെ കഴിക്കുന്നില്ല എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണം. പ്രാവും കുട്ടികൾ അധികം ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കണം, അതായത് ഈ നിൽക്കുന്ന സബ്ജക്കുട്ടി നല്ല രീതിയിൽ ഓടി വന്ന് വെപ്രാളം കാണിക്കുന്നുണ്ട്. പക്ഷേ അതിന് തീറ്റ കൊത്തിയിട്ട് ആ കൊത്ത് അതിൽ കിട്ടുന്നില്ല, തീറ്റയിൽ കിട്ടുന്നില്ല. അപ്പോൾ അതിന് ഒട്ടും തീറ്റ അതിൻ്റെ വയറ്റിനകത്തോട്ട് പോകുന്നില്ല. അപ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇതേ കണക്കുള്ള കുട്ടികളെയൊക്കെ നമ്മൾ ഇതേ കണക്ക് ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കുമ്പോൾ അവർ ഓടി വന്ന് അത് കഴിക്കുക. അപ്പോൾ അവർക്ക് എവിടെ കൊത്തിയാലും അത് കിട്ടും. ഒരാഴ്ച നമ്മളിങ്ങനെ ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ അവർ കൊത്തി കഴിക്കാനായിട്ടത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഉറങ്ങിയിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മെഡിസിൻ എടുത്ത് കൊടുക്കും, അങ്ങ് വിടും. 2 ദിവസം മെഡിസിൻ കൊടുക്കുമ്പോൾ ഓവർ ഡോസ് ആവും, അത് ഡെഡായി പോകും. അപ്പം അതുകൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ മെഡിസിനൊക്കെ ഏത് പ്രാവിനും മെഡിസിൻ കൊടുക്കുന്നതിന് മുന്നേ അതിൻ്റെ കൊക്കറെ ഒന്ന് പരിശോധിക്കണം. അപ്പോൾ അതിൽ തീറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മെഡിസിൻ കൊടുക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ കൈത്തീറ്റയുടെ കൊടുത്തിട്ട് വേണം മെഡിസിൻ കൊടുക്കാൻ, അല്ലെങ്കിൽ ഡെഡായി പോവും. അപ്പോൾ ഇതേ കണക്ക് ഉറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ ഫുഡ് ഇടുമ്പോൾ കണ്ടില്ലേ, അത് ഭയങ്കരമായിട്ട് അത് ഇടുന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഫുഡ് എടുക്കാൻ അറിയില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇട്ടിട്ടങ്ങ് മാറി നമ്മളങ്ങ് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അത് കഴിക്കുകയാണ്. ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ വരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പോൾ കണ്ണസുഖത്തിൻ്റെ സീസണാണ്. അപ്പോൾ എന്തായിരുന്നാലും ഞാനൊരു മെഡിസിൻ ചെയ്തിട്ടുണ്ട്. 101% ഷുവറായിട്ട് ഒന്നല്ലെങ്കിൽ 2 പ്രാവശ്യം ഒഴിച്ചാൽ മാറും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളെടുത്ത് നോക്കിയതിന് ശേഷം ആ മരുന്ന് കൂടെ വാങ്ങിച്ച് വയ്ക്കുക. കാരണം പല കൂടുതലും അസുഖങ്ങൾ വന്ന് കണ്ണിത്തീനൊക്കെ വന്ന് പലരും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പരിഹാരമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പം ഓക്കെ, എന്നാൽ എല്ലാവരും ചെയ്ത് നോക്കുക.